ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അർച്ചനയുടെയും സച്ചിയുടെയും വിവാഹം രണ്ടാമതും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണ മനസ്സോടെയല്ല അർച്ചന സച്ചിയുടെ താലിക്കായി കഴുത്ത് നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവന്തികയും വിവാഹ മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ട് നെല്ലിശ്ശേരിയിലെ ആണുങ്ങൾക്കെല്ലാം രണ്ടു കെട്ടാനാണ് യോഗമെന്ന്, അത് തന്നെയാ നിന്റെയും അവസ്ഥയെന്നും പറഞ്ഞ് അർച്ചനയെ വേദനിപ്പിക്കുകയാണ്. അങ്ങനെ സച്ചിയും തൻ്റെയും ജീവിതവും തകർന്നെന്ന് പറഞ്ഞ് ആകെ തകർന്നു നിൽക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തിക ഇനിയും അർച്ചനയെ വിടാത്തത് കണ്ടുകൊണ്ട് കമല അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്. കുറെ നേരമായാലോ നീ പറയാൻ തുടങ്ങിയിട്ട്, നീ പറയുന്നതൊന്നും ഞങ്ങൾക്കിവിടെ ആർക്കും തന്നെ കേൾക്കേണ്ട ആവശ്യമില്ലെന്നും നീ ചെയ്തു തന്നതിനൊക്കെ വളരെയധികം നന്ദിയുണ്ടെന്നും ഇവരെയെല്ലാം വഴിയാധാരമാക്കിയിട്ടും നിന്റെ പക ഇതുവരെ തീർന്നില്ലേടിയെന്നും കമല ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, ദേ തള്ളേ, എന്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കാൻ നിൽക്കണ്ട. ഇത് കേൾക്കുന്ന കമല ദേഷ്യത്തോടെ അവന്തികയുടെ മുഖം അടച്ചൊന്ന് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. കമലയിൽ നിന്നും ഒരടി പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞെട്ടലോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത് സച്ചി അർച്ചനയുടെ കൈ പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറാൻ നോക്കുമ്പോൾ സച്ചിയുടെ കൈ ദേഷ്യത്തോടെ വിടുവിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അതേസമയം അവന്തികയെ കൊല്ലാനായി പ്ലാനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനിരുദ്ധനും മൂർത്തിയും ജോലിക്കാരിയും. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ നിലവിളക്ക് കൊടുത്ത് വീട്ടിനകത്തേക്ക് സ്വീകരിക്കുന്നതാണ്. അർച്ചന തന്നോട് മിണ്ടാത്തത് കണ്ട് സച്ചി അർച്ചനയോട് കാര്യം തിരക്കാൻ ഒരുങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, നിങ്ങൾ എന്നോട് മിണ്ടാനൊന്നും വരണ്ട, ഞാനൊന്ന് പൊട്ടിത്തെറിച്ചാൽ നശിക്കാവുന്ന സമാധാനം മാത്രമേ ഈ വീട്ടിലിപ്പോ ഉള്ളൂ. ഇത് കേൾക്കുന്ന സച്ചി പകപ്പോടെ അർച്ചനയെ നോക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിലേക്ക് പോകുമ്പോൾ സച്ചി പിന്നീട് തന്നെ ചെല്ലുന്നതാണ്. അർച്ചനെ താൻ അല്പം മുമ്പ് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താണെന്ന് സച്ചി ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ ഇന്നത്തോടെ തന്നെ ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് സച്ചി അർച്ചനയുടെ കയ്യിൽ പിടിക്കുമ്പോൾ സച്ചിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അർച്ചന പറയുകയാണ്, നിങ്ങൾ തൊട്ട ഈ കൈ ഉണ്ടല്ലോ, എനിക്കിനി ഈ കൈ സോപ്പിട്ട് വേണം കഴുകാൻ. അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി കഥ കടക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയെ കൊല്ലാനുള്ള പ്ലാനെല്ലാം ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് അനിരുദ്ധനും മൂർത്തിയും ജോലിക്കാരിയും ചേർന്ന്. അതിന്റെ ഭാഗമെന്നോണം അവന്തികയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ വിഷം കലർത്തുന്നതാണ് കാണിക്കുന്നത്. അതറിയാതെ അവന്തിക വീട്ടിലേക്ക് വരികയും ആ ആഹാരം വയറു നിറയെ കഴിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനിരുദ്ധനും മൂർത്തിയും. പിന്നീട് കാണിക്കുന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് പോകുന്ന അവന്തികയാണ്. കുറച്ചു നേരം കഴിഞ്ഞും അനക്കമൊന്നും കാണാതെ വരുമ്പോൾ അനിരുദ്ധനും മൂർത്തിയും ജോലിക്കാരിയും കൂടി അവന്തികയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നു. അതേസമയം അവരവിടെ കാണുന്നത് ബോധം കെട്ട് കട്ടിലിൽ കിടക്കുന്ന അവന്തികയാണ്. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അനിരുദ്ധനെയും മൂർത്തിയെയും കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. അവന്തികയുടെ അധ്യായം ഇതോടെ അവസാനിച്ചു കാണുമോ, അതോ അനിരുദ്ധനെയും മൂർത്തിയെയും പിടിക്കാനായി അവന്തിക തയ്യാറാക്കിയ പ്ലാൻ ആയിരിക്കുമോ ഇത്? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.